മഞ്ചേരി പുൽപ്പറ്റ UDF ഓഫീസിന്റെ അകത്തു വെച്ച് നികുതി പിരിച്ചു കിട്ടിയ പണം കൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യത്തെ രാഷ്ട്രീയ ഓഫീസിൽ കൊണ്ടുവന്ന് ചെയ്ത UDFന്റെ നെറുകെട്ട രാഷ്ട്രീയം CPM വലിയ രീതിയിൽ ഇന്നെടുത്ത് ചർച്ചയ്ക്കിടുന്നു എന്നുള്ളതാണ്. പാർട്ടി ഓഫീസിന് ഫ്രണ്ടിൽ പ്രതിഷേധ കടൽ പോലും ഇറങ്ങുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം ആ വിഷയത്തെ എടുക്കുന്നു. ഇതൊരു രാഷ്ട്രീയ മര്യാദയുള്ള കാര്യമാണോ? രാഷ്ട്രീയ മര്യാദ UDFനോട് പറയേണ്ടതില്ല എന്ന് നമുക്കൊരു സംശയമില്ല. കാരണം എന്താ, എവിടെ നോക്കിയാലും രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം തൊട്ട് തീണ്ടാത്തവരായി VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും ക്യാബിനറ്റും MLA-മാരും വലതുപക്ഷം മുഴുവൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നോക്കൂ നിങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പോലെ, രാഷ്ട്രീയ പാർട്ടി അവരുടെ ഉള്ളിൽ നിന്ന് പിരിച്ച ഫണ്ട് കൊടുക്കുന്ന പോലെ ആളുകളെ UDFന്റെ ഓഫീസിന് മുന്നിൽ മഴയത്തും വെയിലത്തും അന്നത്തെ ദിവസം ക്യൂ നിർത്തി നിരനിർത്തി അതിന്റെ ക്ഷേമ പെൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. അതിന് വീഡിയോ എടുത്ത് ചോദിക്കുമ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ, ഒരാൾ പോലും അതിനെ എതിർക്കുന്നില്ല. അത് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നിട്ട് പോലും അത് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാം UDF ചെയ്യുന്നു എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമല്ലാതെ എന്താ ഇവിടെ നടക്കുക? എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ വലിയ രീതിയിൽ UDF പക പോക്കാനാണ് പല കാര്യങ്ങളും ഇനി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ ഇൻസിഡന്റ് എത്രയാ? സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഇരുന്ന് മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, പലതും മറക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്കെന്ന്. ചിലത് മറക്കാനുള്ളതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിന് പുറത്ത് നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും ഇട്ടുകൊണ്ടിരിക്കുക. കൊച്ചി ഷിയാസ് കൊച്ചിയിലെ ഒരു ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത് ഈ നാട് കേട്ട് ചർച്ച ചെയ്തതാണ്. ഇനി ശക്തമായി അവർക്കെതിരെ നമ്മൾ ആഞ്ഞടിക്കും, അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കലാണ് നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞത്. സത്യത്തെ മറച്ചു വെക്കുക, ധവളപത്രം എന്ന പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന ഡേറ്റകളെ വെച്ച് ചർച്ച മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മുഴുവൻ നല്ല കാര്യങ്ങളെയും രാഷ്ട്രീയപരമായി അവരുടെ ഏറ്റവും വലിയ ഒരു അത്തരത്തിലൊരു വീക്ഷണത്തിലേക്ക് മാറ്റി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഈ ഒരൊറ്റ ഇൻസിഡന്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതെന്താ പരിപാടി? പെൻഷൻ വിതരണോ? പെൻഷൻ വിതരണ, സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പരിയെത്തിക്ക 25 ഉറുപ്പിച്ച് വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പ് വാങ്ങിനു, അന്റെ ബാങ്ക് 30 ഉറുപ്പ് വാങ്ങിയില്ലേ? ജയിലൊപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ കത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ലേ I am asking to him, not on you. Okay. സർക്കാർ ജിയോ എന്താ? സർക്കാർ ജിയോ എന്താ? ഗവൺമെന്റ് ഓർഡർ. ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരാ ചോദിച്ചത്. എന്താണ് സർക്കാരിന്റെ ഓർഡർ? സർക്കാരിന്റെ ഓർഡർ എന്താ? സർക്കാരിന്റെ ഓർഡർ എന്താ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് പൈസ, ഇത് ഓർഡറുകള്. ഇത്രയും ആളുകളെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിലനിർത്തിയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ആള് അല്ലെ? അടുത്ത സ്റ്റാഫ് അല്ലേ? വീട്ടിൽ കൊണ്ടേ കൊടുക്കും, ഓൻ വീട്ടിൽ കൊണ്ടേ കൊടുക്കും, ഓൻ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഓൻ സുഖമല്ലെങ്കിൽ ഓന്റെ പണി വേറെ ആളെടുക്കും. ഞാൻ ഓനോട് ചോദിച്ചോളാം, നിങ്ങൾ ഓന് എനിക്ക് ധൈര്യം ഇത് കൊടുത്തോ? അത് കഴിയും കൊടുത്തോ? ഞാൻ കൊടുക്കാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് വാങ്ങണ്ട അറിഞ്ഞോ? ഞാൻ നിങ്ങളോടും പറയും വർത്താനമില്ല, എനിക്ക് നിങ്ങളോട് വർത്താനുള്ളൂ. നിങ്ങൾക്ക് കൊടുത്തോളി, നിങ്ങൾ കൊടുത്തോളി. കൊടുത്തോ അടുത്ത ആരാഴ്ച വിളിച്ചേച്ച കൊടുത്തോ. എന്താ പ്രശ്നം? എന്താ കൊടുത്തോ? ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ. ഞാൻ പെൻഷൻ കൊടുക്കണ്ട അറിഞ്ഞില്ല. പെൻഷൻ കൊടുത്തോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഇവനോട് സംസാരിക്കണുള്ളൂ. പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തോ? കൊടുത്തോ? പെൻഷൻ കൊടുത്തോ?
ആയിക്കോട്ടെ പെൻഷൻ കൊടുത്തോ